തിയോഫിനി ഗെയിം ഷോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തിയോഫിനി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈശ്വര ദർശനമെന്നാണ്. ഈ ഗെയിം ഷോയിലൂടെ നമ്മുടെ കുട്ടികൾക്ക് ഈശ്വരനെ ദർശിക്കുവാൻ ബൈബിളിനെ കുറിച്ചും ഈശോയെക്കുറിച്ചും കൂടുതലായി പരിചയപ്പെടുത്തുന്ന ഒരു ഗെയിം ഷോയാണ് തിയോഫിനി ഗെയിം ഷോ. അപ്പോൾ നമ്മളുടെ ഈ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ ഈ തിയോഫിനി ഗെയിം ഷോ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ ടീം അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവരെ നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് സ്വാഗതം ചെയ്യാം. ബെസിലിക്ക ഓഫ് ഫോർട്ട് കൊച്ചിൻ സാന്റാക്രൂസ് കത്തീഡ്രൽ ബെസിലിക്കയിൽ നിന്നും വരുന്ന അലൻ സേവ്യർ ആൻഡ് സിസിലി കെ നമ്മുടെ ഗെയിം ഷോയിലേക്ക് നമുക്ക് അവരെ കൈയടിച്ച് സ്വാഗതം ചെയ്യാം. ഇടുക്കി സെന്റ് ജോർജ് ചർച്ചിൽ നിന്നും വരുന്ന സ്നേഹ ബെന്നിയെയും റോസ്മേരി വർഗീസിനെയും നമ്മുടെ ഗെയിം ഷോയിലേക്ക് നമുക്ക് കൈയടിച്ച് സ്വാഗതം ചെയ്യാം. ചൌക്ക സെന്റ് മേരീസ് ലൂർദ് ചർച്ചിൽ നിന്നും വരുന്ന ജോസ്ലിൻ ജോമോനെയും ജുവൽ ജോമോനെയും നമുക്ക് നമ്മുടെ ഗെയിം ഷോയിലേക്ക് കൈയടിച്ച് സ്വാഗതം ചെയ്യാം. എന്താണ് ടെൻഷനാണോ? ജോല്ലേ ടെൻഷനുണ്ടാ? ഇത് ശരിയൊന്നും വരാത്തത്. സിസ്ലി എന്തിന്റെ ഓരോ വിശേഷങ്ങള്, ഫോർട്ട് കൊച്ചി വിശേഷങ്ങള് ഒന്ന് പറഞ്ഞേ. എവിടെയാണ് സിസ്ലി പഠിക്കുന്നത്? ഫാത്തിമ ഗേൾസ് ഹൈസ്കൂൾ ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചി ഫാത്തിമ മാതാസ് ഹൈസ്കൂൾ. ഓക്കെ, എത്രയിലാണ് പഠിക്കുന്നത്? 9ലാണ് പഠിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊക്കെ ഒരുങ്ങിയിട്ടാണോ വന്നേക്കണം? സമ്മാനം ഫോർട്ട് കൊച്ചിക്ക് കൊണ്ടുപോവോ? അലൻ പറയൂ, പരിചയപ്പെടുത്തു. അലൻ എത്രയിലാണ് പഠിക്കുന്നത്? 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ കൊച്ചിൻ ഗുജറാത്തി വിദ്യാലയയിൽ. ഏത് സ്കൂളാണ്? ശ്രീ കൊച്ചിൻ ഗുജറാത്തി വിദ്യാലയം. ഓക്കെ. എന്താണ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അലന്റെ സ്വപ്നം എന്താണ്? പള്ളിയിലെ വൈദികനാകണം, അച്ഛനാകണം. ഞാൻ കൂടുതലായിട്ട് ചോദിച്ചറിയാം. ഓക്കെ, പറയാം. നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ പറയാം. റോസ്മേരി എന്താണ്? എനിക്ക് സിസ്റ്റർ ആകണം. സിസ്റ്റർ ആവണമെന്ന് ഞാൻ ചോദിച്ചില്ല. എത്രയിലാ പഠിക്കുന്നത്? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ. എവിടെ സെന്റ് മേരീസ് സ്കൂൾ? ഏത് നമ്മുടെ പള്ളിയോട് ചേർന്നിട്ടുള്ള സ്കൂളാണോ? ഇടുക്കി? അല്ല, മരിയാപുരം. ഓക്കെ ഓക്കെ ഓക്കെ. റോസ്മേരിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരിയുടെ പേരെന്താ? തല്ലുടിക്കാറുണ്ടോ സ്കൂളില്? ഇല്ല. തല്ലുടിക്കാറില്ലേ? ഇല്ല. നല്ല വെച്ചാണ് അല്ലേ? നല്ല കുട്ടിയാണോ? ആണ്. അവ സിസ്റ്റർ ആകണമെന്നാണ് റോസ്മേരിക്ക് ആഗ്രഹം. ഏത് മഠത്തിൽ ചേരാനാണ്? ഗുജറാത്താ? ഏത് മോദി നമ്മുടെ പ്രധാനമന്ത്രിയുടെ സ്ഥലത്താ? കുഴപ്പമില്ലല്ലേ? എന്തു വന്നാലും ഈശോയ്ക്ക് വേണ്ടിയിട്ട് നല്ല സിസ്റ്ററായിട്ട് അവിടെ പ്രവർത്തിക്കും അല്ലേ? പറയൂ സ്നേഹ. ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 10ാം ക്ലാസ്സിൽ. ഇടുക്കി ഏത് സ്കൂളിലാണ്? CHS കാൽവരി മൗണ്ട്. അതെവിടെ സ്ഥലം? 10 മൈൽ. ഓക്കെ. അവിടെ അടുത്ത പ്രാവശ്യം കേരളത്തിലെ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിലൊക്കെ വരുമോ? വെരി ഗുഡ്, വെരി ഗുഡ്. ജോല്ലേ എന്തുണ്ട് വിശേഷം? ചൌക്കയിൽ നിന്നും സുഖം. പറ, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? എത്രയിലാണ് പഠിക്കുന്നത്? 9ലാണ് പഠിക്കുന്നത്. SH ചാലക്കുടിയിലെ SH സ്കൂളിൽ. ചാലക്കുടി SH 9ൽ പഠിക്കുന്നു അല്ലേ? ഓ, സീക്രട്ട് ഹാർട്ട് ആണോ? പറ. ജോസ്ലിൻ. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. SH CGHSS ചാലക്കുടിയിൽ പഠിക്കുന്നു. SH തന്നെ പഠിക്കുന്നു. നിങ്ങൾ അവിടെ നാടകമൊക്കെ ചെയ്യാറുണ്ട്, സീരിയലിലൊക്കെ അഭിനയിച്ച് തകർത്തിട്ടുണ്ടെന്ന് കേൾക്കണേ. ആണാ? ഞാനല്ല, അമ്മയും ചേച്ചി. ആണാ? ഏത് പാട്ട്, ഏത് പ്രോഗ്രാം ആയിരുന്നത്? സീരിയല്. ആണാ? ഓക്കെ. ഏതാണ് 12 മക്കൾ? അതെ. നാരായണത്ത് ഭ്രാന്തന ഏതാണ്? പന്തിരുകുലം അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളുടെ പ്രോഗ്രാമിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങളെ പരിചയപ്പെടുത്തി. നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പറയണായിരുന്നു, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങൾക്കുള്ള സ്വപ്നങ്ങൾ നിങ്ങൾക്ക് തിയോഫിനി ഗെയിം ഷോയിൽ പങ്കുവെക്കാം. കാരണം നിങ്ങളുടെ സ്വപ്നങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഓഡിയൻസിന്റെ നമ്മൾ ഓരോരുത്തരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഫൈൻ. നമുക്ക് ഗെയിമിലേക്ക് കടന്നെങ്കിലാ? റെഡിയാണോ? ഹാപ്പിയാണോ? നിങ്ങൾ ടെൻഷൻ ഒന്നും വേണ്ട. ഇവിടെ നമ്മളുടെ ഈ തിയോഫിനി ഗെയിം ഷോയിലേക്ക് വരുമ്പോ നിങ്ങളുടെ ടെൻഷനൊക്കെ മാറ്റിക്കളയാം.
തിരിച്ചു പോകുമ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് പോവാ. തിയോഫനി ഗെയിം ഷോയുടെ ആദ്യത്തെ ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 1. ഈ ലെവലിൽ നമ്മൾ ചെയ്യുന്നത് ഇത്ര മാത്രമാണ്. നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ടേബിളിൽ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. കുറെ പേരുകളുടെ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിനോട് ചേരുന്ന അടുത്ത പേരുകളുടെ ലിസ്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് വെക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. മനസ്സിലായ ജോലെ? ചേരുംപടി ചേർക്കുക. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? സ്കൂളിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ? സോ നിങ്ങൾക്കുള്ള ലിസ്റ്റ്, ഇതിനോട് ചേരുംപടി ചേർക്കേണ്ട ലിസ്റ്റ് ഞാൻ ഇപ്പോൾ തരാം. ഞാൻ നിങ്ങൾക്ക് സമയം പറയും, എപ്പോഴാണ് നിങ്ങൾ വെക്കേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം. മനസ്സിലാവുന്നുണ്ടോ? സുസുലി ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോ നിങ്ങൾക്ക് ഇതിനു വേണ്ടി കിട്ടുന്ന സമയം 1 മിനിറ്റാണ്. നിങ്ങൾക്ക് ഈ ലെവൽ വിൻ ചെയ്താൽ കിട്ടുന്ന പോയിന്റ് എത്രയാണ്? 50 പോയിന്റ് കിട്ടും. സോ റെഡിയാണോ? ആർ യു റെഡി? സോ യുവർ ടൈം സ്റ്റാർട്ട് നൗ. ചെക്ക് ചെയ്ത് നോക്കുക, എല്ലാം ശരിയാണെങ്കിൽ മാത്രം വെക്കുക. Two seconds more. 10 seconds more. 5, 4, 3, 2, 1. ഇനി കൈയെടുക്കുക, സ്വല്പം മാറിയിക്ക. ഫൈൻ, വെരി ഗുഡ്. ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. റെഡിയാ? ഓക്കെ. ആദ്യത്തെ നിങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന പേര് കാനായിലെ കല്യാണം. കാനായിലെ കല്യാണം. കാനായിലെ കല്യാണം എന്താവാം? ആദ്യത്തെ അത്ഭുതം. അതാണ് ശരി ഉത്തരം. ശരിയായിട്ടുള്ളവർക്ക് കൈവക്കാം. 3 ടീമും ശരിയാക്കേണ്ടത്. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് നിക്കോദേമോസ്. നിക്കോദേമോസ്. അതിൽ ചേരേണ്ടത് ആരാണ്? എന്താണ് ശരി? എന്തായിരിക്കും ജോൽ? ഉത്തരം സ്നേഹ സജഷൻ പറഞ്ഞോ? യഹൂദ പ്രമാണി. യഹൂദ പ്രമാണി. അതാണ് ഉത്തരം. ശരി ഉത്തരം യഹൂദ പ്രമാണി. കൈവക്കാം. ശരിയായിട്ടുള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. 3 ടീമും. അടുത്തത് സിക്കാർ. സിക്കാർ എന്താവാം? ശരി ഉത്തരം ഉറപ്പുള്ള ആരെങ്കിലും പറയാമോ? ശരി ഉത്തരം യാക്കോബിന്റെ കിണറാണ്. യാക്കോബിന്റെ കിണർ. ശരി. ബി ടീം ശരിയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് ബത്സൈദ. ബത്സൈദ എന്താണ് ജോലെ? ജോസ്ലിൻ? ബത്സൈദയുടെ ഉത്തരം തളർവാദ രോഗിയാണ്. ഓക്കെ, 3 ടീമും ശരിയാക്കി. വെരി ഗുഡ്. പിന്നെ എന്താ ഉറപ്പാക്കി പറ നിങ്ങള്. ഓക്കെ. അടുത്ത ഗലീലിക്കടൽ. ഗലീലിക്കടൽ. അതിന് ചേരണത് തിബേരിയാസ്. 2 ടീം ശരിയാക്കി. വെരി ഗുഡ്, വെരി ഗുഡ്. സിലോഹ. സിലോഹ. അതിന്റെ അർത്ഥമാണ് നമുക്ക് ചോദിക്കണം. എന്താണ്? അയക്കപ്പെട്ടവൻ. അയക്കപ്പെട്ടവൻ. അവിടെ ശരിയായി. ലാസർ. ലാസർ. ലാസറുടെ സ്ഥലം ഏതാണ്? ബെഥാനിയ. ശരിയായിട്ടുള്ളവർ. ഓക്കെ. തോമസ്. സിമ്പിൾ. ദീദിമോസ്. ഓക്കെ. എങ്ങനെയാണ്?
ശരിയായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതെ. 2 എണ്ണം വീതം തെറ്റിയ ആളുകളുണ്ട് അല്ലേ? ആ. ഇപ്പോ നമ്മുടെ ഈ ലെവൽ അവസാനിക്കുമ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് 3 ടീമിനും പോയിന്റ് ഇല്ല. കാരണം നിങ്ങളുടെ ആരുടെയും ഫുള്ള് ശരിയായിട്ടുള്ള ഒരു ടീമിനും കിട്ടിയിട്ടില്ല. നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് അല്ലേ പോകുന്നത്? ആ. ബൈബിൾ അവസാനം വായിച്ച വാചകം എന്തായിരുന്നു? അങ്ങയുടെ വചനം എന്റെ പാദത്തിനും വിളക്കും പാതയിൽ പ്രകാശവും. സങ്കീർത്തനം 119:105. രണ്ടിനും കൂടെ ഒരുമിച്ച് പറഞ്ഞാലേ ശക്തി കിട്ടുള്ളല്ലേ? ഓക്കെ, സ്നേഹ എന്താണ് ഒരു ഉഷാറില്ലല്ല? പറ. ഇടുക്കിയിലെ പിള്ളേർ ഭയങ്കര അല്ലേ? റോസ്മേരി കഴിഞ്ഞ പ്രാവശ്യം എന്താണ് പ്രസംഗത്തിന് ഫസ്റ്റൊക്കെ അടിച്ചല്ലേ? എന്തായിരുന്നു സബ്ജക്ട്? എന്തായിരുന്നു? എന്താണ് എന്ത് പ്രസംഗവും ഇപ്പോൾ പറഞ്ഞത്? ഈശോയെ പറ്റി. ഈശോ എന്താണ്? ഈശോയെ പറ്റി എന്താ പറഞ്ഞത്? ഒന്ന് പറഞ്ഞേ. ഇവിടെ ഇരുന്ന് പറയാ, അത് അവിടെ നിന്ന് തന്നെ പറഞ്ഞാൽ മതി. ഉറക്കെ പറ. ആ ഒരു പ്രസംഗം എങ്ങനെയാ ചെയ്തത് കേക്കട്ടെ. മാൻസേഴ്സിന് നമസ്കാരം. പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ലോകം, ഭൗതികതയുടെ കുത്തൊഴുക്കും കച്ചവട സംസ്കാരവും നിറഞ്ഞു നിൽക്കുന്ന ഈ യുഗത്തെ ശസ്ത്രശ്രവണകളസ്തമാം ദുർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കാലാകിന പരിഗസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു എന്ന കവിമൊഴി അന്വർത്ഥമാക്കുമാർ മരണത്തിന്റെ മണിമുഴക്കങ്ങൾക്കിടയിലും മരണ സംസ്കാരത്തിന്റെ പിടിയിലമരുന്ന മാനവ ഹൃദയങ്ങൾ, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിടിയിലമരുന്ന യുവതലമുറകൾ, അബറിന്റെ മുറിവുകൾക്കേ മീ തുറക്കാതെ അവന്റെ മുറിവുകളിൽ ചവിട്ടിക്കഴിഞ്ഞവർ. അടിപൊളി അടിപൊളി. ഈ പ്രസംഗത്തിന് അങ്ങോട്ട് വരുമ്പോ മാത്രമല്ല, അല്ലാണ്ടും ഉഷാറായിട്ട് പറ. പ്രസംഗത്തിൽ ഒന്ന് പ്രസംഗിക്കൂ, സംസാരിക്കൂ എന്ന് പറഞ്ഞാ അതിപ്പോ പ്രസംഗിക്കൂ. ബഹുമാന്യരെ തകർക്കടേ. അടിപൊളി. പക്ഷെ നമ്മള് നല്ലൊരു ഇതുണ്ട്, നല്ല സ്പിരിറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് സിസ്റ്റർ ആവണേക്കാളും നല്ലത് ഇന്ദിരാന്തിയുടെ ഒക്കെ പോലെ ഒരു 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 ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മന്ത്രിയോ അങ്ങനെ ആകാൻ ആഗ്രഹമില്ല. ഇല്ല, കുഴപ്പമില്ല. സിസ്റ്റർ ആവുമ്പോഴും നമുക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ പറ്റും അല്ലെ? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആളുകളായിട്ട് മാറാൻ പറ്റും അല്ലേ? പറ്റൂലേ? അങ്ങനെ ആഗ്രഹമില്ലേ? വെരി ഗുഡ്. നല്ലൊരു സ്പിരിറ്റ് ഉണ്ട്, നല്ലൊരു കഴിവുണ്ട് പ്രസംഗിക്കാനുള്ള. ഗുഡ്. അപ്പോൾ സിസിലി ടീം നിങ്ങള് ജൊല്ലിനെ കൊണ്ട് എന്തെങ്കിലും പരിപാടി ചെയ്യിപ്പിക്കാം. അടുത്ത ലെവലായിട്ടെ. അടുത്ത ലെവലിലേക്ക് നമ്മൾക്ക് കടന്നാലോ? റെഡിയാണോ? തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 2. റെഡിയാണെങ്കിൽ നിങ്ങൾ ടേബിളിന്റെ അടുത്തേക്ക് വരിക. നിങ്ങളുടെ മുൻപിലുള്ള ടേബിളിൽ ഒരു പിക്ചർ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, ഹൈഡ് ചെയ്ത് കിടക്കട്ടെ. ഒരു പിക്ചർ. അതൊരു വ്യക്തിയുടെ ആവാം, അല്ലെങ്കിൽ ഒരു സംഭവത്തിന്റെ ആവാം, ഒരു വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ആവാം. ഈ പിക്ചർ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ബ്ലോക്ക് മാറ്റുമ്പോൾ കിട്ടാം. നിങ്ങൾക്ക് 5 ബ്ലോക്ക് മാറ്റാനാണ്. 5 ബ്ലോക്ക് മാറ്റുമ്പോൾ നിങ്ങൾക്ക് പിക്ചർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിന്നർ ആവാം. ഓക്കെ, റെഡിയാണോ? നമുക്ക് പോവാം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഫസ്റ്റ് ബ്ലോക്ക് ഇപ്പോൾ മാറ്റാം. കിട്ടിയാ? നിങ്ങൾക്ക് ഈ ടേബിളിന്റെ ഏത് മൂലക്കെന്ന് വേണമെങ്കിലും മാറ്റാട്ടാ. നിങ്ങൾ ഡിസൈഡ് ചെയ്യാം എവിടെ നിന്ന് മാറ്റണം എന്നുള്ളത്. ഓക്കെ, അടുത്ത ബ്ലോക്ക് നിങ്ങൾക്ക് മാറ്റാം. കിട്ടിയാ? കിട്ടിയില്ലേ? ഓക്കെ, തേർഡ് ബ്ലോക്ക്, മൂന്നാമത്തെ ബ്ലോക്ക് നിങ്ങൾക്ക് എടുക്കാം. എന്തെങ്കിലും ഒരു ചാൻസ്? അലൻ, ജുലി ഇല്ല, ജയാ, ജോലെ. നാലാമത്തെ ബ്ലോക്ക്. നാലാമത്തെ ബ്ലോക്കോട്. നാലാമത്തെ ബ്ലോക്ക് മാറ്റുമ്പോൾ കിട്ടിയെങ്കിൽ കൈപൊക്കുക. കിട്ടിയാ? ആരാണ്? എന്താണ് പടം? മാതാവിന്റെ സ്വർഗാരോപണം. മാതാവിന്റെ സ്വർഗാരോപണം. സ്വർഗാരോപണം അല്ലേ? മാതാവിന്റെ സ്വർഗാരോപണം. മാലാഖമാർ വന്ന് മാതാവിനെ സ്വർഗത്തിലേക്ക് കുത്തിക്കൊണ്ടുപോകണ പടം അല്ലേ? ഭാഗ്യമുണ്ടെന്നോളേ. നാലാമത്തെ നീക്കിയപ്പോ തന്നെ റോസ്മേരി കണ്ടുപിടിച്ചു.
മാതാവിന്റെ ഭയങ്കര കൂട്ടുകാരിയാണോ? റോസ്മേരി ആണാ? മാതാവിന് ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണോ? കൺഗ്രാചുലേഷൻ ടീം ബി, നിങ്ങൾ വിൻ ചെയ്തിരിക്കുകയാണ്. ഈ ലെവൽ വിൻ ചെയ്യുമ്പോ നിങ്ങൾക്ക് എത്ര പോയിന്റ് കിട്ടും അറിയോ? 70. റോസ്മേരി 70 ശരിയാണ്. 70 പോയിന്റ് കിട്ടും. അപ്പോൾ ഈ ലെവൽ വിൻ ചെയ്യുമ്പോൾ ടീം ബി നേടിയിരിക്കുന്നത് 70 പോയിന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ലെവലിലേക്ക് കയറിയാലോ? റെഡിയാണോ? ഓക്കെ, നമ്മൾ അടുത്ത ലെവലിലേക്ക് കയറുന്നതിന് മുമ്പ് ആരാണ് അലന്റെ ഇൻസ്പിറേഷൻ? അലൻ ഞങ്ങളുടെ പള്ളിയിൽ വന്നിരുന്ന ഫാദർ പീറ്റർ, ഞങ്ങളുടെ വികാരിയച്ഛൻ പീറ്റർ അച്ഛന്റെ ഇൻസ്പിറേഷനാണ്. ഓക്കെ, പീറ്റർ അച്ഛനിലുള്ള ഏത് ഗുണമാണ് ഏറ്റവും ആകർഷിച്ചത്? എല്ലാവരെയും സഹായിക്കുന്നത്, എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു ഇത്. ഇടവക വികാരിയാകാനാണോ? അപ്പൊ ഡിയർ ഓഡിയൻസ്, അലൻ നല്ലൊരു വൈദികനാകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ ആവശ്യമാണ് അല്ലെ? ആണ്ടെ, പ്രാർത്ഥനകൾ വാങ്ങുക, പ്രാർത്ഥിക്കുക. ഓക്കെ, റെഡി? അപ്പോൾ അലന്റെ വിശേഷം നമ്മൾ കേട്ടു. നമ്മൾ അടുത്ത ലെവലിലേക്ക് കടക്കാൻ പോവുകയാണ്. തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 3. ഹാപ്പിയായി ജോസ്ലിൻ? ഹാപ്പിയായി? ബോൾ ബാസ്കറ്റ് ചെയ്താൽ മതി അല്ലെ? ബാസ്കറ്റ് ബോൾ കളിക്കാറുണ്ടാ? കളിക്കാറുണ്ടാ? രാശിക്കായ കളിച്ചിട്ടുണ്ടാ? കളിച്ചിട്ടുണ്ട് ആണാ? അല ബാസ്കറ്റ് ബോൾ കളിച്ചിട്ടുണ്ടാ? ഇനിയിപ്പോ നിങ്ങൾക്കൊരു ബാസ്കറ്റ് ബോൾ കളിക്കാനുള്ള ചാൻസ് ആണിത്. ഇവിടെ നമ്മളുടെ ഈ ലെവലില് നമുക്ക് 2 ബാസ്കറ്റ് നിങ്ങളുടെ മുൻപിലുണ്ട്. ഒരു ബാസ്കറ്റ് എന്താണ്? പഴയ നിയമം. ഒരു ബാസ്കറ്റ് പുതിയ നിയമം. നിങ്ങളുടെ കയ്യിൽ കുറെ ബോളുകളുണ്ട്. 30 ബോളുകളുണ്ട്, ഏകദേശം 30 ബോളുകൾ. അതിൽ 15 പഴയ നിയമത്തിന്റെ ബുക്കുകളുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. ബാക്കി 15 പുതിയ നിയമത്തിന്റെ ബുക്കുകളുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ കറക്റ്റായിട്ട് അത് ഏത് ബുക്കിലാണെന്ന് തിരിച്ചറിഞ്ഞ് കറക്റ്റായിട്ട് ആ ബാസ്കറ്റുകളിലേക്ക് ബാസ്കറ്റ് ചെയ്യാം. കിട്ടിയാ? ഐഡിയ കിട്ടിയാ? സോ നമുക്ക് നമ്മളുടെ പരിപാടി തുടങ്ങിയെങ്കിലാ? ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. റെഡിയാണോ? നമുക്ക് ഇതിനായിട്ട് ഈ ടാസ്ക് ചെയ്യാനായിട്ട് കിട്ടുന്നത് 1.5 മിനിറ്റാണ്. എത്രയാണ്? ലാവിഷ് സമയമുണ്ട്. 30 ബോളുകൾ ബാസ്കറ്റ് ചെയ്താൽ മതി കറക്റ്റായിട്ട്. റോങ് ഒന്നും വീഴ്ത്തരുത്. ഇത് ഏറ്റവും കൂടുതൽ ബാസ്കറ്റ് ചെയ്തിട്ടുള്ള ആളായിരിക്കും വിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? റെഡി? യുവർ ടൈം സ്റ്റാർട്ട് നൗ. ധൃതി പിടിക്കേണ്ട, സമയമുണ്ട്. പതുക്കെ കറക്റ്റ് നോക്കിയിടുക. കറക്റ്റ് കിട്ടും. പോട്ടെ. വാവ്, അടിപൊളി. കിട്ടും. സമയെടുത്തോ. സ്നേഹം എറിഞ്ഞോട്ടാ. സ്നേഹവും ബാസ്കറ്റ് ചെയ്തോ. പ്രാർത്ഥിച്ച് ചെയ്യും. അപ്പൊ കറക്റ്റായിട്ട് വീഴും, തെറ്റിപ്പോവൂല. ചാടി പോലെ. ടെക്നിക്ക് എന്ത് ഉപയോഗിച്ചു? ഒന്നുകൂടെ. കമോൺ. കറക്റ്റായിട്ട്. ഓ, വക്കില് കറക്റ്റായിട്ട് നോക്ക്. സൂക്ഷിച്ചിട്ട്. കറക്കിയിടല്ലേ, സ്പിൻ ചെയ്ത് ലാസ്റ്റ് പുറത്തേക്ക് പോണേ. സമയമുണ്ട്. 10 seconds more. 8, 6, 4, 3, 2, 1. നിങ്ങൾക്ക് ഇനിയും ബോളുകളുണ്ടാ? സ്നേഹിക്കൂടായിരുന്നില്ലേ കുറച്ച്? എന്തിനാണ് നമ്മളെ റോസ്മേരി കുട്ടീനെ കൊണ്ട് മാത്രം ഇടിച്ച്? അവശതയായി. റോസ്മേരി ആകെ അവശതയായി. അവൻ സ്പിൻ ചെയ്തിട്ടാ. മറ്റേ മനീന്ദർ സിംഗ് ചെയ്യുന്ന പോലെ ഈ സ്പിൻ ബോൾ ചെയ്യണ പോലെയല്ല. ബോള് കറങ്ങണായിരുന്നു കിടന്ന്.
എങ്ങനെ രസമുണ്ടായിരുന്നാ ഗെയിം? അടിപൊളിയായിട്ട് ചെയ്താ? തോന്നുന്നു. ഓക്കെ, നമുക്ക് എണ്ണി നോക്കാം നിങ്ങൾ എത്ര ബാസ്കറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. നിങ്ങൾ ഒരു കാറ്റഗിസം വിദ്യാർത്ഥിയാണോ എങ്കിൽ തിയോഫണി ഗെയിം ഷോയുടെ ഓഡീഷനിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. തിയോഫണി ഗെയിം ഷോയിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ആരെന്ന് SMS ആയോ ഇമെയിലായോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ആര്? SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ theophanygameshow@gmail.com. ഇത്തിരി നേരം ഒത്തിരി ചിന്ത. എങ്ങനെ തോന്നുന്നു നമ്മളെ ബാസ്കറ്റിംഗ് മത്സരം കഴിഞ്ഞപ്പോൾ? ഇതല്ലേ അടിപൊളിയായിട്ട് ചെയ്താ? ചെയ്യാൻ പറ്റുന്നത്ര ചെയ്തു. എന്തായാലും നമുക്ക് റിസൾട്ട് നോക്കാം. എങ്ങനെയുണ്ട്? അങ്ങനെ ടീം സി വിൻ ചെയ്യോ? അറിയില്ല. ജോസ്ലിന് അറിയില്ല. നോക്കാം നമുക്ക്. നിങ്ങള് പുതിയ നിയമത്തില് 9 എണ്ണം നിങ്ങള് ബാസ്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് 9 എണ്ണത്തില് 5 എണ്ണം റോങ് ആയിപ്പോയി. അത് എന്ത് പറ്റിയത്? നോക്കിയാ പുതിയ നിയമങ്ങൾ ഏതൊക്കെയെന്ന് അറിയോ? നിയമാവർത്തനം ഏതാണ്? ഇതല്ലേ നിയമാവർത്തനം ഏതാണ്? പഴയ നിയമം അല്ലേ? നിങ്ങളുടെ ചിലത് വന്നെങ്കിൽ ഫിലിപ്പിക്ക പഴയ നിയമത്തിൽ വന്നു, ഫിലിപ്പി, തെസ്സലോനിക്കയൊക്കെ വന്നു. അപ്പോൾ നമ്മൾ സാധാരണ റോങ് വന്നിട്ടുണ്ടെങ്കിൽ ആ റോങ് കുറയ്ക്കും, ബാക്കിയുള്ള എടുക്കും. അപ്പം നിങ്ങൾക്ക് പുതിയ നിയമം 4 നിങ്ങളുടെ ഇതിനകത്ത് 5 എണ്ണം വന്നു പഴയ നിയമത്തില്. പക്ഷെ 3 എണ്ണം റോങ് ആയിരുന്നു. അതപ്പോ 2 വന്നേക്കണേ. ടോട്ടല് 4ഉം 2ഉം 6 നിങ്ങൾക്ക് കിട്ടിയുള്ള പോയിന്റ്. കുഴപ്പമില്ല. അടുത്തത് ബി, ടീം ബി. എന്ത് തോന്നുന്നു സ്നേഹ? അറിയില്ല. നീയും കൂടി ഇടായിരുന്നു, സ്നേഹിക്കും കൂടി ഇട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് തീർന്നാനെ. ഇത്ര ബാക്കിയുണ്ട് അല്ലെ ബോളുകൾ, 30 ബോളുകളിൽ. ഓക്കെ, നിങ്ങളുടെ ഇതിനകത്ത് പുതിയ നിയമത്തിലെ 2 എണ്ണം ആണ് ബോൾ ചെയ്തത്, ബാസ്കറ്റ് ചെയ്തത്. പഴയ നിയമത്തിലെ 5 എണ്ണം. പക്ഷെ ഈ 5 എണ്ണത്തില് റോങ് വന്നേക്കുന്നത് 3 എണ്ണമാണ്. 5 എണ്ണം ബാസ്കറ്റ് ചെയ്തിട്ട് 3 എണ്ണം റോങ് വന്നു. അപ്പൊ ബാക്കി 2. ടോട്ടൽ നിങ്ങൾക്കുള്ള പോയിന്റ് അപ്പൊ എത്രയും 2 എണ്ണം നേരത്തെ ഉണ്ട്, 2ഉം കൂടെ കൂട്ടി 4 നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പോയിന്റ്. ഓക്കെ, എങ്ങനെ ടീമേ? അലനെ കൊള്ളാം, കറക്റ്റാണ് ഇട്ടേച്ചത്. ആണോ? നിങ്ങള് പഴയ നിയമത്തില് 9 ബോൾ ബാസ്കറ്റ് ചെയ്തു. പക്ഷേ 9 എണ്ണത്തിൽ 8 എണ്ണം ശരിയായിരുന്നു, 1 എണ്ണം റോങ് ആയിരുന്നു. പേടിച്ചോയാ? 9 എണ്ണത്തിൽ 1 എണ്ണം റോങ് ആയിരുന്നു. അതുകൊണ്ട് 8 എണ്ണം നിങ്ങൾക്ക് കിട്ടി. പുതിയ നിയമത്തിന്റെ ഇതിനകത്ത് 5 എണ്ണം നിങ്ങൾ ബാസ്കറ്റ് ചെയ്തു. 5 എണ്ണത്തിൽ 5ഉം ശരിയായിരുന്നു. അപ്പൊ അത് നിങ്ങൾ ടോട്ടൽ 13 പോയിന്റ് ആണ് നേടിയിരിക്കുന്നത് ടീമേ. സോ ഈ ലെവൽ അവസാനിക്കുമ്പോ നമ്മുടെ വിന്നർ ടീം എ ആണ്. കൺഗ്രാറ്റുലേഷൻസ്. കൊച്ചിക്കാരുടെ കളി അല്ലേ? ഓക്കെ, എന്തായാലും നിങ്ങൾ ഈ ലെവൽ വിൻ ചെയ്യുമ്പോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എത്രയാണ് പോയിന്റ്? 90 പോയിന്റ്സ് ആണ് ഈ ലെവൽ വിൻ ചെയ്യുമ്പോൾ ടീം എക്ക് ലഭിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. പറ വേറെ വിശേഷങ്ങള്. സ്നേഹ, ഒരു ബ്രേക്ക് എടുക്കാം, നമുക്കൊരു സ്നേഹയുടെ പാട്ട് കേൾക്കാം. എന്താണ്, റെഡിയാണോ? പാടും. തിരുവോസ്തിയായി അഴത്താരയിൽ അണയുമീശോയേ, നിന്നെ കാണുവാനായി കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു, നിന്നിലലിയ ഞാൻ വരുന്നു. പാപങ്ങളും പാഴ്മോഹങ്ങളും ദൂരെ അകറ്റി ഞാൻ വരുന്നു, പാപങ്ങളും പാഴ്
താരയിൽ എനിക്കവനെ കാണാൻ കൊതിയാവുന്നു. എനിക്കീശോ മതി താരയിൽ എനിക്കവനെ കാണാൻ കൊതിയാവുന്നു. വെരി ഗുഡ്. വളരെ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട് സ്നേഹ. പഠിക്കണ്ട, പാട്ട് പഠിക്കണ്ട? പഠിച്ചിരുന്നു നേരത്തെ. ആണാ? നന്നായിട്ട് പറഞ്ഞു. മറ്റേ മ്യൂസിക് വല്ല ഷോയ്ക്കൊക്കെ പോയിരുന്നെങ്കിൽ പറഞ്ഞാനവര് നല്ല സംഗതികളൊക്കെ ഇട്ടാണല്ലോ പാടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പാടിയിട്ടുണ്ട്. നല്ല സ്വരമാണ്. തമ്പുരാൻ ഈ സ്വരം നൽകുന്നത് ഭയങ്കര ബ്ലെസ്സിങ്. അപ്പോ ഒത്തിരി നന്നായിട്ടൊക്കെ പാടാൻ പറ്റട്ടെ. റെഡി? 10ാം ക്ലാസ്സിലെ റിസൾട്ട് എങ്ങനെ പഠിക്കുന്നത്? നല്ല ഉഷാറായിട്ട് പഠിക്കണ്ട? ക്ലാസ്സിൽ ഫസ്റ്റ് ആണ്. ഗ്രേറ്റ്, സൂപ്പർ. അപ്പോൾ എങ്ങനെയൊക്കെ എപ്പോഴാണ് എണീക്കുക? രാവിലെ എണീറ്റാണ് പഠിക്കുന്നത്? രാവിലെ പഠിക്കും, വൈകുന്നേരം. രാവിലെ നേരത്തെ എണീറ്റ് എല്ലാം പഠിച്ച് ഒന്ന് റിവിഷൻ ചെയ്യും. ആണോ? ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഓഡിയൻസും ഒക്കെ ഈ പ്രോഗ്രാം കാണുന്ന ആളുകളൊക്കെ സ്നേഹക്ക് ഏറ്റവും നല്ല മാർക്ക് കിട്ടാനും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കും കേട്ടാ. ഓക്കെ, അപ്പൊ നമ്മള് ഇനി അടുത്ത നമ്മുടെ ലെവലിലേക്ക് കടക്കുകയാണ്. തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 4. ലെവൽ 4 കളിക്കാൻ തയ്യാറാണോ നിങ്ങൾ? യെസ്. ഒക്ടോബർ മാസത്തിന്റെ പ്രത്യേകത എന്താ? ജപമാല മാസം. ജപമാല മാസത്തിൽ നിങ്ങൾ പോയി പള്ളിയിൽ പോയി ജപമാല എത്തി പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചിരുന്നു. എന്താണ് സ്പെഷ്യൽ പ്രാർത്ഥിച്ചതല്ല? മാതാവേ, ഞങ്ങൾക്ക് തിയോഫനി ഗെയിം ഷോയിൽ ഫസ്റ്റ് അടിക്കണേ ആണാ? ജപമാലയുടെ പവർഫുൾ മാതാവ് കൂടിയുള്ളപ്പോ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും അല്ലെ? നടക്കോ? വിശ്വാസമുണ്ടാ? അപ്പൊ നമുക്ക് ജപമാലയിൽ പ്രാർത്ഥിക്കാം. അതിനുള്ള ജപമാല ഉണ്ടാക്കലാണ് നമ്മുടെ അടുത്ത ലെവലിലെ ടാസ്ക്. എങ്ങനെയാണ്? നിങ്ങളുടെ മുന്നില് ഒരു ചില്ലിന്റെ ഷീറ്റും ഉണ്ട്, ചില്ലിന്റെ ബോളുണ്ട്. ചില്ലിന്റെ ബോളില് കുറെ മുത്തുമണികളുണ്ട്. ഈ മുത്തുകളിൽ നല്ല എന്താ പറയാ, നല്ല വെള്ള കളറിലെ മുത്തുണ്ട്. കൂടെ നമ്മളെ വുഡൻ കളറിലെ മുത്തുമുണ്ട്. അപ്പൊ ആ വുഡൻ കളറിലെ മുത്താണ് നമുക്ക് കൊന്ത ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന സൂചി എടുത്ത് നൂല് കോർത്ത് ആ നൂലില് 10 മണിയുള്ള ഒരു കൊന്ത ഉണ്ടാക്കണം. ഇതാണ് നിങ്ങളുടെ ടാസ്ക്. മനസ്സിലായോ? റെഡിയാണോ? ഈ ടാസ്ക് നിങ്ങൾക്ക് പൂർത്തിയാക്കാനായിട്ട് ലഭിക്കുന്ന സമയം 2 മിനിറ്റാണ്. ഈ 2 മിനിറ്റുള്ളിൽ തീർന്നില്ല എങ്കിൽ, 10 മണി കിട്ടില്ല എങ്കിൽ ഏറ്റവും കൂടുതൽ മുത്തുകൾ കോർത്ത ടീമായിരിക്കും വിൻ ചെയ്യുക. ഓക്കെ, റെഡി? സോ യുവർ ടൈം സ്റ്റാർട്ട് നൗ. ചില്ലിന്റെ ബോളൊന്നും എടുക്കരുതാ, അല്ലാണ്ട് തന്നെ നിങ്ങൾ എടുക്കണം. അൻപത് സെക്കൻഡ് കൂടി ബാക്കിയുണ്ട്. ഒറ്റപ്പാടുണ്ടാക്കാണ്ട് ധൃതിയൊന്നും വേണ്ട, സമയമുണ്ട്. കഴിഞ്ഞു. വിൻ ചെയ്തെങ്കിൽ കൈവക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്. കൈതാത്തിക്കും. കെട്ടണം, കൊന്തയായിട്ട് കെട്ടണോട്ടാ.
നല്ല പെർഫെക്റ്റ് കൊന്ത ആവണതിനാണ് പ്രൈസ്. ഓർത്താ മാത്രം പോരാ. താങ്ക് യു. എവിടെ വെച്ചോ എന്തായി? പുള്ളി കയറ്റി കംപ്ലീറ്റ് ചെയ്തില്ല അല്ലേ? നിങ്ങൾ എത്രയായി? 9 എണ്ണോ അല്ലേ? ഓക്കെ. നിങ്ങൾക്ക് കോർത്താ? സുജി കയറ്റിയാ? അപ്പോഴേക്കും സമയമായി. അപ്പോൾ ആരാണ് ഭയങ്കര എക്സ്പേർട്ട് ആയിട്ട്? ജോസ്ലിൻ തകർത്തുന്നോളെ. സൂചി ഏതെങ്കിലും എടുത്തു? എംബ്രോയിഡറിക്ക് മത്സരത്തിന് പോയിട്ടുണ്ട്, സ്റ്റേറ്റ് റവന്യൂ. എംബ്രോയിഡറിക്കാ? ആഹാ, അത് പറ. അപ്പൊ പുലിയാണ്. പുലിമുരുകനായിട്ടാണ് വന്നേക്കണത്. ഓക്കെ. അപ്പോൾ എന്നിട്ട് ഫാസ്റ്റ് ആയിട്ട് കോർത്തു. പിന്നെ പടപട ചെയ്ത് എണ്ണയുള്ളത് അല്ലേ? നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഓഡിയൻസ് ഇത് എങ്ങനെ ചെയ്തേക്കണ? ഉള്ള സൂചികളൊക്കെ വെച്ചിരിക്കുന്നത് എണ്ണ ഇട്ടിട്ടാണ്, അതിന്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. എണ്ണയിൽ നിന്ന് സൂചി എടുക്കുക, കോർക്കുക. ടു ടഫ്, ബട്ട് യു ഡൺ ഗ്രേറ്റ് ജോബ്. അടിപൊളി, സൂപ്പർ. കൺഗ്രാറ്റുലേഷൻസ് ടീം സി, യു ആർ ദ വിന്നേഴ്സ്. ഫൈൻ. സോ നമ്മുടെ വിന്നർ ജുവൽ ആൻഡ് ജോസ്ലിൻ, ടീം സി. അപ്പോൾ നിങ്ങൾ ഈ ലെവൽ വിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ് എത്രയാണ്? 110 പോയിന്റ് ആണ് ഈ ലെവൽ വിൻ ചെയ്യുമ്പോൾ ടീം സി നേടുന്നത്. കൺഗ്രാറ്റുലേഷൻ. എന്തു തോന്നുന്നു ജോസ്ലിന്? എന്നിട്ട് അവിടെ പോയിട്ട് എന്ത് സംഭവിച്ചു നിങ്ങൾക്ക് ആ കോമ്പറ്റീഷന് പോയിട്ട്? അതിൽ പോയിട്ട് ഉപജില്ലയിൽ പോയിട്ട് ഫസ്റ്റ് കിട്ടി, റവന്യൂ പോയിട്ട് സെക്കൻഡ് കിട്ടി. എന്നിട്ട് UP വന്നിട്ട് സ്കൂൾ തല മത്സരത്തിൽ സെക്കൻഡ് കിട്ടി. ആണോ? ചില്ലറക്കാരല്ല, അടിപൊളി ആൾക്കാരല്ലേ. എന്താണ് പ്ലാൻ? എന്താണ് ജോസ്ലിന്? ആരാകണം എന്നാ ജോസ്ലിന? എഞ്ചിനീയർ ആവണം. എന്തിന്റെ എഞ്ചിനീയർ ആകാനാ? ബിൽഡിംഗ്, സിവില്. അപ്പൊ ആർക്കിടെക്ട് ആവണം അല്ലേ? ഇത് ഡിസൈൻ ചെയ്യുന്ന, വീട് പണിയുന്ന എഞ്ചിനീയർ. ഓക്കെ. ഈശോട് പ്രാർത്ഥിക്കാറുണ്ടാ? ഇത് എന്നെ എഞ്ചിനീയർ ആക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്? കൂടുതലും പഠിക്കാനായിട്ട്, പിന്നെ കൂട്ടുകാരികൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ പ്രാർത്ഥിക്കണം. എനിക്ക് കുറെ ആവശ്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പറയാട്ടാ. ലിസ്റ്റ് എഴുതി തരാം. ജോസ്ലിൻ അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചെനിക്ക്. എന്ത് പറയണേ? ജ്വല്ല ഇപ്പൊ എത്രയിലായി? ഇപ്പൊ 9. ജോസ്ലിന 6. ഓക്കെ. ജ്വല്ലിന് ആരാകാനാണ് ആഗ്രഹം? പോലീസ്. അത് കട്ടി പറയാം. ഒരു സെല്യൂട്ട് അടിക്കാറിയാവോ? അതടിച്ചേ സെല്യൂട്ട്. പോരട്ടാ, ശരിക്കും ഉഷാറായിട്ട് ഇങ്ങനെ അടിക്കുക. ഇത് മറ്റേ കോമഡി ഷോയിൽ അടിക്കാൻ പോലെ. പോലീസാകാനാണല്ലേ? എന്തിനാ പോലീസാകാൻ? ആളുകളൊക്കെ ഇടിക്കാനാണ്? അങ്ങനൊന്നല്ല, ഈ നാടിനെ നല്ല രീതിയിൽ നയിക്കാൻ വേണ്ടിട്ട്. നാടിനെ നല്ല രീതിയിൽ നയിക്കാൻ, നല്ല രീതിയിൽ നടക്കാനായിട്ട് പോലീസാവട്ടെ. ഗുഡ്. അതിന് വേണ്ടിട്ട് എന്ത് ചെയ്യണം? ഒന്ന് ഓടണം. ഓടാറുണ്ടാ? ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാറുണ്ടാ? ഇല്ല. ഓട്ട മത്സരത്തിൽ പങ്കെടുക്കണം, നല്ലോണം ഓടണം, നല്ല ഹെൽത്ത് ആക്കണം. അല്ലെങ്കിൽ കള്ളനെയൊക്കെ ഓടിച്ചിട്ട് പിടിക്കണ്ടേ നമുക്ക്? ഓക്കെ. അപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത ലെവലിലേക്ക് കടന്നാലോ? വിശേഷങ്ങളൊക്കെ കേട്ടു. നമ്മൾ അടുത്ത ലെവലിലേക്ക് കടക്കുകയാണ്. തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 5. അഭിനയിക്കാൻ തയ്യാറാണ്? സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറാണ്? പേരിക്കുഞ്ഞ് ആദ്യം പറഞ്ഞിട്ടാണ് പിന്നെ സിനിമയിൽ അഭിനയിക്കണോ? മമ്മൂട്ടിയുടെ നായികയായിട്ട്? അതെങ്ങനെയാ? ഓക്കെ. അടുത്തത് നമ്മളുടെ ലെവലില് നമ്മൾ ചെയ്യുന്ന ഗെയിം അഭിനയിക്കുന്ന ഗെയിമാണ്. ഡംഷ്രാറ്റ്. ഇത് ബൈബിളിലെ ഒരു കഥാപാത്രങ്ങളുടെ പേരോ സ്ഥലത്തിന്റെ പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവത്തിന്റെ പേരോ നിങ്ങൾക്ക് ഒരു തൊപ്പിയിൽ എഴുതി തന്നിട്ടുണ്ടാവും. ഒരാള് ഇവിടെ നിൽക്കണം, അയാൾക്ക് തൊപ്പി ധരിപ്പിക്കും. അപ്പൊ അവിടെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും
സംഭവമാണോ പേരാണോ എന്തെന്നുള്ളത്. അപ്പൊ ഈ ആൾക്ക്, തൊപ്പി വെച്ചിട്ടുള്ള ആൾക്ക് ഒരു ചോദ്യം ചോദിക്കാം. എന്താണ്? ഇതൊരു സംഭവമാണോ, വ്യക്തിയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലമാണോ എന്ന് ചോദിക്കാം. അയാൾക്കൊരു ഉത്തരവും പറയാം. എന്താണ് സംഭവം അത് പറയാം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇയാള് അഭിനയിച്ച് കാണിച്ചു കൊടുക്കണം എന്നാണ്. നിങ്ങൾക്ക് ഈ സ്ഥലം മുഴുവൻ അഭിനയിക്കാട്ടാ. ഇത്രയും സ്ഥലമുണ്ട്, ഇവിടം വരെയൊക്കെ അഭിനയിക്കും, ഊട്ടി നടന്ന് അഭിനയിക്കാട്ടാ. ജുവല്ലേ? അപ്പൊ ഈ സ്ഥലങ്ങളൊക്കെ ഉപയോഗിക്കുക നിങ്ങൾ അഭിനയിക്കാനായിട്ട്. അപ്പോ ടീമേ റെഡിയാണോ? ആരാണ് തൊപ്പി വെക്കാൻ പോണത്? സിസ്ലിയാണ് വെക്കാൻ. ഗ്രേറ്റ്. സിസ്ലി ഇവിടെ നിന്നോ, അങ്ങോട്ട് തിരിഞ്ഞു. റെഡി? അപ്പൊ ഞാൻ വെക്കാൻ പോവുകയാണ്. ചോദിക്കാം. ആദ്യത്തെ ചോദ്യം ചോദിക്കാം. സംഭവമാണോ, സ്ഥലമാണോ, വ്യക്തിയാണോ? വ്യക്തി. പറഞ്ഞ ഓക്കെ, മനസ്സിലായി. ഓക്കെ, റെഡിയാണോ? സോ യുവർ ടൈം സ്റ്റാർട്ട് നൗ. എടാ, ഇതുമായിട്ട് ബന്ധപ്പെട്ടത് അഭിനയിക്കണം. ഫോണിലൊക്കെ ഉണ്ടാന്ന്. എന്താണ് അഭിനയിക്ക്? ബാലൻ, ഇഷ്യൂ ഒന്നുമല്ല. ഓക്കെ, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ആക്ട് ചെയ്തൊക്കെ കാണിക്കൂ മാം. ജനം, പ്രപഞ്ചം, എല്ലാം, സർവ്വതും, വ്യക്തിയാ. എന്റെ ഒരു വ്യക്തി. വ്യക്തിയല്ലേ? സത്യവും ഫോണാ? എന്താ ഉദ്ദേശിക്കുന്നത്? അഭിനയിക്കടാ. ഫോൺ വിളിക്കുന്നു, സംസാരിക്കുന്നു, ഹലോ എന്ന് പറയും. ഞാൻ, ഇന്ത്യ, ഇംഗ്ലീഷ്, ഈ 3, 2, 1. പറഞ്ഞ സെക്കൻഡിനുള്ളിൽ. ഉത്തരം ശരിയാണ്. സലോമി. ഭാഗ്യത്തിന്റെ ലാസ്റ്റ് നിമിഷത എങ്ങനെ കിട്ടിയത് സിസിലിക്ക്? യോജിപ്പിച്ചെടുത്തൊരു. ഏത് യോജിപ്പിച്ചെടുത്ത്? അവനെന്താ പറഞ്ഞത്? ഹാ ലോയിലെ ലോ എടുക്കാൻ. അത് നമ്മ പറഞ്ഞു. പിന്നെ കട്ട് ചെയ്ത് പിന്നെ ഞാൻ മീ വന്നു. ഇത് പറ്റൂലട്ടാ. നിങ്ങൾ ഉത്തരം പറഞ്ഞത് കുഴപ്പമില്ല. ഇനി ഞാൻ പോയില്ലല്ലോ, പക്ഷെ ഇപ്പൊ പോയിന്റ് വരാം. ഓക്കെ, നിങ്ങൾക്ക് പോവാം. ശ്രദ്ധിച്ച സ്നേഹയും ജുവല്ലും ജോസ്ലിനും റോസ്മേരിയും ഒക്കെ ഇതുപോലെയല്ല ചെയ്യേണ്ടത്. അഡ്ജസ്റ്റ്മെന്റ് പറ്റൂല. നന്നായിട്ട് ആക്ട് ചെയ്യണം കേട്ടാ. നന്നായിട്ട് ആക്ട് ചെയ്യണം. ആക്ട് ചെയ്താലേ പോയിന്റ് നമുക്ക് പറയാൻ പറ്റൂ. ഓക്കെ, റെഡി? അടുത്ത ടീം, ടീം ബി. ആരാണ് തുപ്പി വെക്കുന്നത്? റോസ്മേരിയാണ് ആക്ട് ചെയ്യാൻ പോണത്. അടിപൊളി. കയറിയിരിക്കും മോള്. ഞാൻ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ചോദ്യം ചോദിക്കാം. അറിയാലോ, നേരത്തെ പറഞ്ഞ പോലെ സ്ഥലമാണോ, വ്യക്തിയാണോ, സംഭവമാണോ എന്ന് ചോദിക്കാം. അപ്പോൾ റോസ്മേരി റെഡിയാണോ? ആക്ട് ചെയ്ത് കാണിക്കണേ, പറ്റിക്കരുതേ. റെഡി? ഇനി ഫസ്റ്റ് ചോദ്യം ചോദിക്കും. വ്യക്തിയാണോ, സംഭവമാണോ, സ്ഥലമാണോ? വ്യക്തി. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട് നൗ. ഈശോ,
പത്രോസ്. എന്തോരം സ്ഥലമുണ്ട്. അയാളുടെ സ്പെഷ്യാലിറ്റി എന്താണ്? ഈശോയുടെ പ്രസംഗിച്ച പറഞ്ഞോ. യൂദാസ്, തോമസ്. ആക്ട് ചെയ്ത് കാണിക്കൂ. അയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ അഭിനയിച്ച് കാണിക്കൂ. ശരി. ഈശോയുടെ ശിഷ്യൻ യോഹന്നാൻ. അതൊന്നും നോക്കണ്ട, അഭിനയിച്ച് കാണിക്കും. അയാളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം അഭിനയിച്ച് കാണിക്കും. ഈശോ. ഒരു മിനിറ്റ് കൂടിയുണ്ട്. വിധക്കാരന്റെ ഉടമ അതൊന്നല്ലല്ല. പറ, ശരിക്കും അഭിനയിക്കൂ. പരിശുദ്ധാത്മാവോ? യൂദാസ്, പത്രോസ്, പൗലോസ്, ഫിലിപ്പോസ്, പീലാത്തോസ്. ഇത് തട്ടിപ്പാണ്ടാ. വെറുതെ ഒരു ടാക്ഷൻ മാത്രം. ആകെ അവള് ടാക്ഷൻ ഇത് മാത്രമല്ലേ? അത് മാത്രം ഇട്ടിട്ട് നീ ഒരു പേരുണ്ട്. ആകെ ഈശോ കാണിച്ചു. ഓക്കെ, ഇത് എങ്ങനെ കാണിച്ചത് ഈശോനെ? ഇത് കാണിച്ചു. ഇതാണ്. ഓക്കെ, ഇത് കാണിച്ചു. പിന്നെ അല്ലല്ലോ, നിനക്കെന്തെങ്കിലും മനസ്സിലായി? ശിഷ്യന്മാരാണോ? എന്ന് പറഞ്ഞു. കംപ്ലീറ്റ് ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്. ഫിലിപ്പോസിനെ കിട്ടിയ പോട്ടനെ കിട്ടിയ പീലാത്തോസ്. ഉത്തരം നോക്കാം നമുക്ക്. എങ്ങനെ കിട്ടിയത്? അത് ഈശോയെ വിധിക്കുന്നുള്ള ഇത് അവള് കാണിച്ചേ. ഏത്? മരണത്തിന് വേണ്ടിട്ട് വിധിക്കുന്നുള്ള. ആണോ? എങ്ങനെ കാണിച്ചത്? ഈശോനെ കാണിക്ക. ഇതാണോ വിധി? പിലാത്തോസ് ആരാണ്? പിലാത്തോസ് ആരായിരുന്നു? ഓർക്കെ പറ. രാജാവ് അല്ലെ? അവരുടെ നമ്മുടെ വൈസ്രോയി എന്നൊക്കെ പറഞ്ഞ പോലെ അവിടത്തെ ഭാഗത്തെ നോക്കിയിരുന്ന ജൂലിയസ് സീസറിന്റെ പ്രതിനിധിയായിരുന്നു പിലാത്തോസ്. ഇയാള് ഒരു അല്ലെ? അപ്പൊ അതൊന്ന് അഭിനയിച്ച് കാണിക്കണം. അപ്പൊ ശ്രദ്ധിക്കണോട്ടാ. അയാള് പിലാത്തോസ് വന്നു കേട്ടു. ഇതൊക്കെ അഭിനയിച്ച് കാണിക്കണം. ഇയാള് പ്രധാനപ്പെട്ട ഇയാളുടെ അറിയണ ഏറ്റവും സിമ്പിൾ എന്താണ്? ഇയാള് നേരെ പോയിട്ട് എന്ത് ചെയ്ത്? ഇത് മനസ്സിലായ? ഇത് കാണുമ്പോ മനസ്സിലാവൂലേ ആളാരാണെന്ന്? എന്നിട്ട് അവനോട് ഇന്നപോലെ ആക്ഷൻ കാണിച്ചപ്പോ അങ്ങനെ ചെയ്യണം കേട്ടാ. കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോ അഭിനയിച്ച് കാണിക്കണം. മനസ്സിലായ? ഇത് കാണിച്ചു, കൈ അഴുകി കാണിച്ചു, ആ കഥാപാത്രത്തേക്ക് നോക്കി ആ ആക്ഷനൊക്കെ കാണിച്ച പെട്ടെന്ന് മനസ്സിലാവും. ഇത് കംപ്ലീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആയിക്കാണത്. കുഴപ്പമില്ല. നിങ്ങൾ എന്നാലും ഉത്തരം പറഞ്ഞു. ഗുഡ്, യു കെൻ ഗോ, യു വിൽ ഗെറ്റ് പോയിന്റ് കേട്ടാ. നിങ്ങൾക്ക് പോയിന്റ് ഉണ്ട് എന്തായാലും. പക്ഷെ ഇത് പോരട്ടാ. അഡ്ജസ്റ്റ്മെന്റിൽ ഇത് മാത്രം ചെയ്ത് പറ്റൂല. ശരിക്കും ആക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ടീം റെഡിയാണോ? വാ. ആരാണ് തൊപ്പി വെക്കാൻ പോണത്? ജോസ്ലിൻ അങ്ങോട്ട് ഇവിടെ വന്ന് അങ്ങോട്ട് ഫേസ് ചെയ്ത് നിന്നോ. നേരത്തെ പറഞ്ഞ പോലെ ഒരു ചോദ്യം ചോദിക്കാം. വ്യക്തിയാണോ സംഭവമാണോ, ഏതെങ്കിലും സ്ഥലമാണോ, പിന്നെ കംപ്ലീറ്റ് ആക്ട് അഭിനയിക്കണോട്ടാ. മറ്റുള്ളവർ പോലെ അഡ്ജസ്റ്റ് ചെയ്ത്. ഒന്ന് നമ്മള് നല്ലൊരു ആക്ട്രസ് കൂടിയാണ്. പോലീസാണ്ട് അതാണ്. ഓക്കെ, അപ്പോൾ തൊപ്പി വെക്കാൻ പോകണേണ്. ചോദിക്കാം. ആദ്യത്തെ ചോദ്യം, വ്യക്തിയാണോ സ്ഥലമാണോ സംഭവമാണോ? വ്യക്തി. വ്യക്തിയാണ്.
അറിയോ ഇയാളെ പരിചയമുണ്ടല്ലോ അല്ലെ? മുണ്ടണ്ട, അല്ലാണ്ട് പരിചയമുണ്ടാ? ടൈം സ്റ്റാർട്ട് നൗ. ഈശോ. പെണ്ണ്. പതിനേഴ് മക്തലന മറിയം. പറയേ. അവരെപ്പോഴും ഇത് കാണിക്കുമായിരുന്നു അല്ല? കാണിക്ക്. ഈ എക്സ്പ്രഷൻ എന്താ ഇത് പറയണ ആരായിരുന്നു? പെണ്ണ്. പെണ്ണ്. രണ്ടുപേര്. പേരിൽ രണ്ടെണ്ണം. കാണിക്കണേ. വെറുതെ നോക്കിയിട്ട് കാണിക്കും. പറഞ്ഞോ? കരഞ്ഞ്. ഈശോ. മറിയം. മക്തലന മറിയം. അയ്യോ, ഈശോ മരിച്ചപ്പോ കരഞ്ഞു. ഒരു സ്ത്രീ. രണ്ടുപേരില്ല, ഒരാള്. മറിയം. മക്തലന മറിയം. അയ്യോ, പറയ്. ഒന്ന്. ഭക്ഷണം വെക്കണോ? ഭക്ഷണം. കറിയുണ്ട്. പറയ്. വെട്ടി. തക്കാളിയാ? പറയോ? ഉണ്ണിയപ്പം. പറയുന്നേ നോക്കിക്കാട്ട്. ഓരോരുത്തർക്കും അതാണ്. മാവേലിയാണോ? ആരാണ് ശരിക്കും? എനിക്കറിയാമോ ആരാണത്? അതാണ് സംഭവം. ഇത് ആദ്യം അതറിയണം, അല്ലെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞ 2 വാക്കുകളാണ് ചെയ്യേണ്ടത്. ഇതാണ് ഉത്തരം. സാറാരാ? സാറേ സാമ്പാറ്. അതാണ് സാറാരാണ്? ബൈബിളിലെ എവിടെയാണ് സാറയെ കുറിച്ച് പറയുന്നത്? സപ്പോർട്ട് ചെയ്യും. ആരാണ്? ഈ ചേച്ചിക്ക് എപ്പോഴാ മക്കളുണ്ടായെന്നറിയോ? എപ്പോഴാ? വയസ്സായപ്പ. ഏത് മക്കള്? ആളുടെ പേരെന്താണ്? മോന്റെ പേര്? ഇസാക്ക്. ഇസഹാക്ക്, യാക്കോബ്. പിന്നെ ഇസാക്കിന്റെ മക്കള് എപ്പോഴുണ്ടായത്? വയസ്സായപ്പ. അപ്പൊ അതല്ല ആക്ട് ചെയ്യേണ്ടത്. നീ മനസ്സിലായില്ലല്ലേ ആളാ? വടക്കെടുത്ത് നമ്മൾ സാറച്ചിയടുത്തിന് ഓർക്കണ്ടേ? അബ്രാഹത്തിന്റെ ഭാര്യയാണ്. അത് ഇവര് ഭയങ്കര സുന്ദരിയായിരുന്നു. വയസ്സായിട്ടും ഇവര് ഭയങ്കര സുന്ദരിയായിരുന്നു ഈ സാറ. വയസ്സായ സമയത്തെ ദൈവം ഒത്തിരി ബ്ലസ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോ പോയിന്റ് എങ്ങനെ കിട്ടും? കുഴപ്പമില്ല. പെട്ടെന്ന് മറന്നുപോയതാണ്. നിനക്കറിയാമായിരുന്നു സാറേനെ കുറിച്ച്, പക്ഷെ അങ്ങോട്ട് ചിന്തിച്ചില്ലല്ലേ? കുഴപ്പമില്ല. നിശ്ചയല്ലേ? സാറയാണ് നമ്മളുടേത്. സോ നമ്മളുടെ ഈ ലെവൽ അവസാനിക്കുമ്പോ, 5ാമത്തെ ലെവൽ അവസാനിക്കുമ്പോ വിന്നേഴ്സ് 2 പേരുണ്ട്. ടീം എ ആൻഡ് ടീം ബി ആർ ദ വിന്നേഴ്സ്. കൺഗ്രാറ്റുലേഷൻ. അല്ലേ? നീ ഓക്കെ. അപ്പൊ എന്തായാലും അവർക്ക് പോയിന്റ് കിട്ടി. എത്ര പോയിന്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? 130 പോയിന്റ്. ഈ ലെവൽ വിൻ ചെയ്യുമ്പോൾ ടീം എക്കും ടീം ബിക്കും ലഭിക്കുന്നത് 130 പോയിന്റാണ്. കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, റെഡിയാണോ അടുത്ത ലെവലിലേക്ക് പോകാൻ? യെസ്. വേറെ എന്തെങ്കിലും പരിപാടികൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വേറെ വിശേഷങ്ങൾ? സിസിലിയുടെ സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞില്ല. ടീച്ചർ ആവാൻ. സ്നേഹ? ഡോക്ടർ ആവാൻ. ഏത് ഡോക്ടർ ആവണം? എന്തിനാ? കുട്ടികളുടെ ഡോക്ടർ. ഓക്കെ, കുട്ടികളെ ഇഞ്ചക്ഷൻ എടുത്ത് കരയിപ്പിക്കാനാണ്? അല്ല. ഫൈൻ. അപ്പോൾ നമ്മൾ അടുത്ത നമ്മുടെ ലെവലിലേക്ക് കടക്കുകയാണ്. തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അവസാനത്തെ ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 6.
അപ്പോൾ ഇനിയുള്ളത് 150 പോയിന്റാണ് ഈ ലെവൽ വിൻ ചെയ്താൽ ലഭിക്കുന്നത്. സോ ഈ ലെവലിൽ വിൻ ചെയ്യുന്ന ആളായിരിക്കും എന്ത് ചെയ്യുക? സിയോഫ്നി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡ് വിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഉഷാറായിട്ട് കളിക്കുക. നിങ്ങൾക്ക് തന്നിരിക്കുന്ന, നിങ്ങളുടെ ടേബിളിൽ തന്നിരിക്കുന്ന തീപ്പെട്ടികളുടെ ഒരു ടവർ ഉണ്ടാക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലായല്ല? നമ്മൾ വേ ഓഫ് ക്രോസിന്റെ 1ാമത്തെ സ്ഥലം, 2ാമത്തെ സ്ഥലം, 3ാമത്തെ സ്ഥലം, ഇങ്ങനെ 14 സ്ഥലങ്ങളുണ്ട്. 14 സ്ഥലങ്ങളിൽ വെച്ചിട്ടുള്ള ഒരു ടവറാണ്, തീപ്പെട്ടി ടവറാണ് നിങ്ങൾ ചെയ്യേണ്ടത്. റെഡിയാണോ? സോ നിങ്ങൾക്ക് അതിനായിട്ട് ലഭിക്കുന്നത് 2 മിനിറ്റാണ്. അപ്പോൾ റെഡിയാണെങ്കിൽ യുവർ ടൈം സ്റ്റാർട്ട് നൗ. ജോസ്ലിന് അവിടെ നിന്ന് വെക്കാൻ പറ്റൂലേ? അവിടെ നിന്ന് പറ്റൂങ്കിൽ അവിടെ നിന്ന് വെക്ക് മാക്സിമം. ഒരു മിനിറ്റ് അവസാനിക്കാൻ പോണേന്ന്. ഒന്നാം സ്ഥലം 2ാം സ്ഥലം ഒക്കെ കറക്റ്റ് ആണെന്ന് നോക്കണോട്ടാ. നിങ്ങൾ അങ്ങനെ വെച്ചിട്ട് നിക്കണം എന്നില്ല. ഞാൻ പറഞ്ഞില്ലേ അല്ല, ഇതൊക്കെ നിരത്തി വെക്കാൻ പറ്റും. ഇത് നിക്കണം, ടവറായിട്ട് നിക്കണം. അവസാനത്തെ 3 മിനിറ്റ് 10 മിനിറ്റ് ഐ വിൽ കൗണ്ട്. അവസാനത്തെ 3 സെക്കൻഡ് നിങ്ങൾ അത് നിക്കണം, ടവറായിട്ട് നിക്കണം. അത് എന്തോരം വെച്ചു എന്നുള്ളതല്ല, ടവറായിട്ട് നിൽക്കുന്ന അത്രയും മാത്രമേ നമ്മൾ നോക്കുള്ളൂ. സെക്കൻഡ് മോർ. നിങ്ങളെ വെച്ച് നോക്കൂ, അല്ലാതെ നിങ്ങൾക്ക് നടക്കില്ല, വിൻ ചെയ്യില്ല നിങ്ങള്. 10, 9, 8, 7, 6, 5, 4, 3. കൈവിടാം. കൈവിനെ തൊടാൻ പാടില്ല. അതാ പറഞ്ഞത്, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, കൂട്ടി യോജിപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ അതുപോലെ നിക്കണം സംഭവം. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. എന്തു പറ്റി? ലാസ്റ്റ് എത്തിയപ്പോഴും വീണുപോയി. നിങ്ങളുടെ വീട്ടിലെ പെർഫെക്റ്റ് ആണ്. ഗുഡ്. പറയോ 1ാം സ്ഥലം എത്രയാണ്? എന്താണ്? ഈശോ മരണത്തിന് വിധിക്കപ്പെടുന്നു. 2ാം സ്ഥലം ഈശോ കുരിശു ചുമക്കുന്നു. 3ാം സ്ഥലം വീഴുന്നു. 4ാം സ്ഥലം മാതാവിനെ വഴിയെ വെച്ച് കാണുന്നു. 5ാം സ്ഥലം ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. 6ാം സ്ഥലം വെറോനിക്ക ഈശോയുടെ മുഖം തുടയ്ക്കുന്നു. 7ാം സ്ഥലം 2ാം പ്രാവശ്യം വീഴുന്നു. ഓക്കെ, അപ്പോ നമ്മളെ ഈ ലെവൽ, അവസാനത്തെ ലെവൽ അവസാനിക്കുമ്പോ പോയിന്റ് അടിച്ച് വിൻ ചെയ്തിരിക്കുന്നത് ടീം ബി ആണ്. കൺഗ്രാറ്റുലേഷൻ. സ്നേഹ ആൻഡ് റോസ്മേരി തകർത്തു. ഇടുക്കിയെ പ്രദാനം ചെയ്ത് സെന്റ് ജോർജ് ഇടുക്കി പള്ളിയിൽ നിന്നും വന്നിട്ടുള്ള സ്നേഹയും റോസ്മേരിയും തകർത്ത് അങ്ങനെ 150 പോയിന്റാണ് ഈ ടീം വിൻ ചെയ്തതോടെ, ഈ ലെവൽ വിൻ ചെയ്തതോടെ നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ടീമേ സാന്റാക്രൂസ് കത്തീഡ്രൽ ബസിലിക്ക ഫോർട്ട് കൊച്ചിൻ ചർച്ചിൽ നിന്നും വന്നിട്ടുള്ള അലൻ സേവറും സിസിലിയും നേടിയിരിക്കുന്ന പോയിന്റ് 220 പോയിന്റാണ്. ഗുഡ് എഫേർട്ട്. ഇടുക്കി സെന്റ് ജോർജ് ചർച്ചിൽ നിന്നും വന്നിട്ടുള്ള സ്നേഹയും റോസ്മേരിയും അടങ്ങുന്ന ടീം ബി നേടിയിരിക്കുന്നത് 350 പോയിന്റാണ്. ചൌക്ക സെന്റ് മേരീസ് ലൂത്ത് ചർച്ചിൽ നിന്നും വന്നിട്ടുള്ള ജോസ്ലിനും ജുവൽ ജോമോനും ഉള്ള ടീം സി നേടിയിരിക്കുന്നത് 110 പോയിന്റാണ്.
സോ ദ വിന്നർ ഓഫ് തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിന്റെ വിന്നർ ടീം ബി ആണ്. കൺഗ്രാറ്റുലേഷൻസ്. ഇടുക്കി സെന്റ് ജോർജ് ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള സ്നേഹയും റോസ്മേരി. സൂപ്പർ. നിങ്ങൾ ഒരു കാറ്റഗിസം വിദ്യാർത്ഥിയാണോ? എങ്കിൽ തിയോഫണി ഗെയിം ഷോയുടെ ഓഡീഷനിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. തിയോഫണി ഗെയിം ഷോയിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ആരെന്ന് SMS ആയോ ഇമെയിലായോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ആര്? SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ theophanygame@gmail.com. ഇത്തിരി നേരം ഒത്തിരി ചിന്ത. ഇപ്പോൾ നിങ്ങളുടെ ഇടവകയിലെ നിങ്ങൾക്ക് കൊടുക്കാനുള്ള ട്രോഫി ഉണ്ട് വിന്നേഴ്സിന്. സോ കൺഗ്രാറ്റുലേഷൻസ് ടീം. സോ തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച ഇതേ സമയം പുതിയ കഥകളും കഥാപാത്രങ്ങളും പുതിയ സ്വപ്നങ്ങളൊക്കെയായി ഞങ്ങൾ വരും. അതുവരേക്കും ഗുഡ് ബൈ. ഒരു നിമിഷം, ഇത്തിരി നേരം ഒത്തിരി ചിന്ത. തിയോഫനി ഗെയിം ഷോ. അവള് വേണ്ട, ഇവള് വേണ്ട, ഈ കാണുന്ന പെണ്ണുങ്ങൾ ഒന്നും വേണ്ട.